ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞോ? 13 വയസ്സുകാരിയായ മകൾ കിം ജു എയെ ഔദ്യോഗിക പിൻഗാമിയായി കിം ജോങ് ഉൻ നിശ്ചയിച്ചു എന്ന വാർത്തകൾ ആദ്യം പുറത്തുവിട്ടത് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളാണ്. ദക്ഷിണ കൊറിയൻ ചാരസംഘടനയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഈ വിവരത്തിന്റെ ഉറവിടം. ഏതാനും മാസങ്ങളായി കിം ജോങ് ഉൻ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിലെല്ലാം കിം ജു എ സജീവ സാന്നിധ്യമായിരുന്നു. പിൻഗാമിയാകാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിപാടികളിലെ അടക്കം സാന്നിധ്യം എന്നാണ് വിലയിരുത്തലുകൾ. കിമ്മിന് പിൻഗാമി മകളോ അതോ എല്ലാം കിംവദന്തിയോ? കിം ജു എ ആണോ പിൻഗാമി? നമുക്ക് നോക്കാം. ഇതാണ് കിമ്മിൻ്റെയും പങ്കാളി റീ സോൾ ജൂവിൻ്റെയും മകളായി പുറം ലോകത്തിന് അറിയുന്നത് കിം ജൂവിനെ ആണ്. ഒരു കുട്ടിയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഒരു മകൻ കൂടി ഉണ്ട് എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇതുവരെ മകൻ. കിം ജു എയെ പുറം ലോകം ആദ്യമായി കാണുന്നത് 2022 ഒരു മിസൈൽ പരീക്ഷണ സമയത്താണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കിം ജു എ ഔദ്യോഗിക പരിപാടികളിൽ സജീവമായിട്ടുണ്ട്. കൊറിയൻ പീപ്പിൾസ് ആർമി വാർഷികം, കുംസൂസാൻ പാലസ് സന്ദർശനം എന്നിവയുടെ ഭാഗമായിട്ട് ഈ കുഞ്ഞിനെ കാണാം. ബീജിംഗ് സന്ദർശനത്തിൽ കിമ്മിനൊപ്പം എത്തിയ മകളുടെ ചിത്രം പുറത്തു വന്നിരുന്നു. പിതാവിനെ പിന്തുടരുന്നതിന് പകരം പിതാവിനൊപ്പം നടക്കുന്ന കിം ജു ശൈലിയാണ് ശ്രദ്ധ നേടിയത്. ഇതൊക്കെ അവിടെ വളരെ സവിശേഷമായ കാര്യമാണ്. മകളുടെ സാന്നിധ്യം കിമ്മിൻ്റെ പ്രതിച്ഛായ മയപ്പെടുത്തുന്നതായി ആ ഘട്ടത്തിലൊരു വിലയിരുത്തലുണ്ടായി. ഈ മാസം അവസാനം ഉത്തര കൊറിയൻ വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിലും കിം ജു എ പങ്കെടുത്തേക്കും എന്ന വിവരം ഉണ്ട്. 5 വർഷത്തെ വിദേശ നയം, യുദ്ധ ആസൂത്രണങ്ങൾ എന്നിവ തീരുമാനിക്കുക ഈ പാർട്ടി കോൺഗ്രസിലായിരിക്കും എന്നതാണ് നമ്മൾ അറിയുന്നത്. അവിടേക്കാണ് കുട്ടിയെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് വനിതാ ഭരണാധികാരിയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതും ഈ ചർച്ചയ്ക്ക് ഒരു വലുപ്പം കൂട്ടിയിട്ടുണ്ട്. കിമ്മിൻ്റെ സഹോദരി കിം യോ ജോങ് അധികാരത്തിലെത്തും എന്നായിരുന്നു നേരത്തെ ഉണ്ടായ ഒരു വിലയിരുത്തൽ. കിം ജോങ് ഉന്നിൻ്റെ ഏറ്റവും വിശ്വസ്ത എന്ന നിലയിൽ സഹോദരി ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. കിം യോ ജോങ് നിലവിൽ കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് ഈ സഹോദരി. ഇപ്പോൾ കൊറിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങേറ്റം വിചിത്രമായതാണ്. അത് ആ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളും വിചിത്രമായതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അമ്മാവനെ വെട്ടി പട്ടിക്കിട്ട് കൊടുത്തു എന്നൊരു വാർത്ത മുമ്പ് വന്നിരുന്നു. ഓർമ്മയുണ്ടോ? ഇപ്പോൾ വലിയ വാർത്ത വന്നിരുന്നു. പക്ഷേ വാർത്ത വന്നിട്ട് നമ്മളെല്ലാം കൊടുത്തു. കാരണം എന്താ വെച്ചാൽ വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളായി വാർത്ത കൊടുക്കുക, നമ്മളെല്ലാവരും സംപ്രേഷണം ചെയ്തു. പക്ഷേ പിന്നീട് അതൊരു ഫേക്ക് വാർത്തയാണ് എന്നുള്ള മട്ടിലും കാര്യങ്ങൾ വന്നു. ഇതുപോലെ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു രാജ്യം ലോകത്ത് അധികമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ കൗതുകമുള്ളതാണ്. അതുകൊണ്ട് തെറ്റുകുറ്റമൊന്നും ആരും പറയാൻ പറ്റില്ല. ഈ വാർത്ത BBC അടക്കം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താ തോന്നുന്നത്? അതായത് ഈ കിം ജു എ അല്ലേ, കിം ജു എ, ആ പേര് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കിം ജു എ എന്നുള്ളത്. കാരണം ഈ പേര് പോലും ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അറിയില്ല. കിം ജു എ എന്നാണ് എന്ന് പഴയ ഒരു NBA താരം ഡെന്നിസ് റോഡ്മാൻ അവിടെ ചെന്നപ്പോൾ പരിചയപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു കൊടുത്ത പേര് എന്നുള്ള മട്ടിൽ എടുത്തു. അപ്പോൾ ഈ പേര് ഇതാണ് പേര് എന്നുള്ളത് അങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത് എന്നാണ്. കിം ജു എ 13 വയസ്സേ ഉള്ളൂ പ്രായം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇപ്പോൾ പിൻഗാമിയായി ഈ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കും എന്നാണോ എനിക്കത് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ 13 വയസ്സാണെങ്കിൽ 10 വയസ്സിലാണ് ആദ്യമായി പൊതുവേദിയിൽ ഈ കുട്ടി എത്തുന്നത് ഒരു മിസൈൽ പരീക്ഷണത്തിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് വേദിയിലെത്തുന്നത്. അന്നും ഇത് വാർത്തയായിരുന്നു. എല്ലാ തവണയും ഈ കുട്ടി പ്രത്യക്ഷപ്പെട്ടാൽ അത് വാർത്തയാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കാരണം ആകെ അവിടുന്നൊക്കെ അതൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ മട്ടിൽ വാർത്തയാവുന്നത്. പിന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, ഓരോ രാജ്യങ്ങളും ഓരോ പാർട്ടികളും ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഓരോന്നായാണ് കമ്മ്യൂണിസത്തെ വ്യാഖ്യാനിക്കുന്നതല്ലോ. അപ്പോൾ അവിടെയും വേറൊന്നായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പാരമ്പര്യമായി അത് തുടരുകയാണ്. അതായത് 3ാം തലമുറയാണ് കിം ജോങ് ഉൻ. ഈ കുട്ടി ഇനിയിപ്പം ഭരണാധികാരിയായാൽ അത് 4ാം തലമുറയാകും. പക്ഷേ ഈ പറയുന്ന NIS-ൻ്റെ ഈ കണ്ടെത്തലുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതുപോലെ അതായത് ഒരു ഉത്തര കൊറിയൻ ജനറൽ ഉണ്ടല്ലോ, റീ യോങ് ജിൽ, അദ്ദേഹത്തെ കൊന്നു എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. അതായത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളായി കൊടുക്കുന്നത്. നമുക്കത് വിശ്വസിക്കുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ കൊറിയയുടെ കാര്യത്തിൽ ഏത് പ്രധാനപ്പെട്ട മാധ്യമം വാർത്ത കൊടുത്താലും ഒറ്റയടിക്ക് അത് വിഴുങ്ങരുത് എന്നുള്ളതാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും പഠിക്കേണ്ട ഒരു കാര്യം. കാരണം അതിനുശേഷം ഈ പറയുന്ന റീ യോങ് ജിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കൊന്നു എന്നെല്ലാ ലോകം മുഴുവൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത ആൾ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ഹ്യോങ് യോങ് ചോൾ, അദ്ദേഹത്തെ ഈ ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണ് വെച്ചിട്ട് വെടിവെച്ച് 2015 കൊന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അത് തെറ്റാണ് എന്നുള്ളത് തെളിഞ്ഞു. അതുപോലെ തന്നെയാണ് സനീഷ് നേരത്തെ പറഞ്ഞത്, എന്താണ് ജാങ് സോങ് തീക്ക്,
അതാണ് അമ്മാവൻ. അമ്മാവനെ പട്ടിക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു ആ കഥ. ആ പട്ടിക്ക് കൊടുത്ത കഥ എവിടെ കേരളത്തിൽ എന്തെല്ലാം പുകിലുണ്ടാക്കി ഓർമ്മയില്ലേ? എം സ്വരാജിനെതിരെ ഒരു ആരോപണമായി സമ്മേളന വേദിയിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദനെതിരെ എം സ്വരാജിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പരാമർശം വന്നു എന്നുള്ളത് അതും ഈ മട്ടിൽ തന്നെയാണ്. കാരണം ഈ കൊറിയയിൽ നിന്നുള്ള വ്യാജ വാർത്തകൾ വരുന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരാമർശം എം സ്വരാജ് നടത്തിയിട്ടില്ല. കൊറിയയിൽ പട്ടിക്കിട്ട് കൊടുത്ത കഥ തന്നെ തെറ്റ്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ എന്താണ് എം സ്വരാജിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വന്ന വാർത്തയും തെറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചീത്തവിളി കേൾക്കും, എന്നാലും അത് തെറ്റായിരുന്നു, അതാണ് സത്യം. കാരണം ഈ നായ്ക്കൾക്ക് അമ്മാവനെ കൊടുത്തു എന്ന് പറയുന്നത് ഒരു ചൈനീസ് സറ്റയർ ബ്ലോഗിൽ വന്ന ഭാവനയായിരുന്നു എന്നുള്ളതാണ് പിന്നെ തെളിഞ്ഞത്. അപ്പോൾ ഈ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് NIS കൊടുക്കുന്ന അവർക്ക് വിവരം, അതായത് ഏറ്റവും വലിയ ശത്രു രാജ്യം തൊട്ടപ്പുറത്തുള്ള ദക്ഷിണ കൊറിയ. ഈ ദക്ഷിണ കൊറിയയ്ക്ക് ഒരു വിവരവും കിട്ടരുത് എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ ഉത്തര കൊറിയയുടെ ലക്ഷ്യം. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ പോയിട്ട് കുറച്ച് വിവരം അവിടുന്ന് എടുത്താൽ പോലും കുഴപ്പമില്ല. ഒരു കാരണവശാലും ദക്ഷിണ കൊറിയയ്ക്ക് വിവരങ്ങൾ കിട്ടരുത്. അപ്പോൾ ആ ദക്ഷിണ കൊറിയയ്ക്ക് ഒരിക്കലും നമ്മൾ കിട്ടില്ല എന്ന് വിചാരിക്കാവുന്ന ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം എല്ലായ്പ്പോഴും പുറത്തു വരിക. അത് 99% ഊഹിച്ചെടുക്കുന്നതാണ്. ഇൻ്റലിജൻസ് വൃത്തങ്ങൾ, ഇവിടുത്തെ മറ്റേ നമ്മൾ CBI വൃത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങൾ NIS അവരുടെ റിപ്പോർട്ടിൽ പറയും. അത് ലോകം മുഴുവൻ BBC അടക്കം വാർത്തയാക്കും. അതാണ് അവസ്ഥ. അതാണ് ഇതിനകത്ത് എനിക്ക് അല്ല ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നം അവിടെയുണ്ട്. ഇത് വസ്തുതയാണോ നമുക്കറിയില്ല. പക്ഷേ ഞാനൊരു തമാശ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഈ അവിടെ കൊറിയയിലെ ആളുകൾക്ക് ഈ പേര് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഞങ്ങളിവിടെ കോളേജിലൊക്കെ പറയുമ്പോഴും അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അതായത് അവിടെ ഈ വീട്ടിൻ്റെ മുകളിൽ കയറും അത്രേ ഒരു കുഞ്ഞ് ജനിച്ചാൽ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ വസി എന്ന് പറയുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് പ്ലേറ്റ് എടുത്ത് താഴേക്കിടും. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ശബ്ദം കൊണ്ടുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, കിം ജോങ് ചോങ്. അപ്പോൾ എന്താണോ ആ ശബ്ദം ആ പേരാണ് ആ കുഞ്ഞിനിടുക എന്നാണ് കഥ. നമുക്ക് നിർത്താം. അത് ഒരു തമാശ തോന്നിയോണ്ട് പറഞ്ഞാണ്. 2022 ഉത്തര കൊറിയയുടെ ഒരു മിസൈൽ പരീക്ഷണത്തിനിടെയാണ് കിം ജോങ് ഉന്നിനെ കൈപിടിച്ച് നടന്നു വരുന്ന കിം ജു എയെ ലോകമാദ്യമായി കാണുന്നത്. പലപ്പോഴും പിതാവിനെ പിന്തുടരുന്നതിന് പകരം അദ്ദേഹത്തിനൊപ്പമോ അതിലുയരത്തിലോ നിൽക്കുന്ന രീതിയിലാണ് ജു എ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നത് അന്നു മുതൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഉത്തര കൊറിയയുടെ അടുത്ത ഭരണാധികാരിയിലേക്കുള്ള സൂചനയായി തന്നെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഭരണതലത്തിലും അല്ലാതെയും കടുത്ത പുരുഷാധിപത്യം നിലനിൽക്കുന്ന സമൂഹമാണ് ഉത്തര കൊറിയയുടേത്. അവിടെ ഒരു പെൺകുട്ടി പിൻഗാമിയാകുന്നു എന്നത് കൗതുകവും ആശ്ചര്യവും വിപ്ലവവുമെല്ലാമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും പിൻഗാമിയെ നിശ്ചയിച്ചു എന്ന വാർത്തകൾക്ക് പിന്നാലെ കിം ജോങ് ഉൻ ആരോഗ്യവാനാണോ അല്ലയോ എന്ന ചർച്ചകളും വീണ്ടും സജീവമായിരിക്കുകയാണ്.